എന്താണ് സംഗീതം? മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന ശബ്ദമാണ് സംഗീതം. അത് ഏതുതരം ശബ്ദവുമാകാം. മനുഷ്യൻ്റെ ശബ്ദമാകാം, ഉപകരണങ്ങളുടെ ശബ്ദമാകാം, ഇതര ജീവിവർഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളുമാകാം. പ്രകൃതി സംഗീതാത്മകമായ ശബ്ദങ്ങളുടെ നിത്യ ഉറവിടമാണ്. ചാറ്റൽ മഴയ്ക്കും ഇളം കാറ്റിനും ഇലയനക്കത്തിനും സംഗീതത്തിൻ്റെ ചാരുതയുണ്ട്. നിരവധി ഘടകങ്ങൾ ചേർന്നതാണ് സംഗീതം. നാദം, ശ്രുതി, സ്വരം, രാഗം, താളം എന്നിവയാണ് സംഗീതത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. നാദത്തിൽ നിന്ന് ശ്രുതിയും, ശ്രുതിയിൽ നിന്ന് സ്വരങ്ങളും, സ്വരങ്ങളിൽ നിന്ന് രാഗങ്ങളും ഉണ്ടാകുന്നു. ഈ ഘടകങ്ങളെല്ലാം സൗകുമാര്യത്തോടെ ചേർന്ന് വരുമ്പോൾ സംഗീതം പിറവികൊള്ളുന്നു. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ സംഗീത സംസ്കാരങ്ങളുണ്ട്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് പ്രധാനമായും 2 കൈവഴികളാണുള്ളത്: ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും. പ്രധാനമായും ഉത്തരേന്ത്യയിലാണ് ഹിന്ദുസ്ഥാനി സംഗീതം കൂടുതൽ പ്രചാരം നേടിയത്. ദക്ഷിണേന്ത്യയുടെ സംഗീതമായാണ് കർണാടക സംഗീതം കരുതപ്പെടുന്നത്. എന്നാൽ ഈ വിഭജനങ്ങളൊക്കെ കേവലം സാങ്കേതികം മാത്രമാണ്. ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിരുകൾ ഒന്നും സംഗീതത്തിനില്ല. കർണാടക സംഗീതമാണ് നമ്മുടെ സംഗീത പാഠത്തിന് അടിസ്ഥാനം. കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് പുരന്ദരദാസറാണ്. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് ഇന്നും നമ്മൾ പിന്തുടരുന്ന ചിട്ടയായ ഒരു പരിശീലന ക്രമം രൂപപ്പെടുത്തിയത് 15-ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ ജീവിച്ചിരുന്ന പുരന്ദരദാസർ എന്ന മഹാസംഗീതജ്ഞനായിരുന്നു. കലാവിദ്യാഭ്യാസത്തിലെ 5-ാം ക്ലാസ്സിലെ 5-ാമത്തെ യൂണിറ്റ് സരിഗമ പധനി സംഗീതത്തിൻ്റെ മേഖലയാണ്. അതാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. കർണാടക സംഗീതം പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സപ്തസ്വരങ്ങളാണ്. സപ്തം എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 സ്വരങ്ങൾ? സാ, രി, ഗ, മ, പ, ധ, നി. ഇതാണ് സപ്തസ്വരങ്ങൾ എന്നറിയപ്പെടുന്ന 7 സ്വരങ്ങൾ. അപ്പോൾ നമ്മളത് സാ, രി, ഗ, മ എന്ന് ഓരോ അക്ഷരങ്ങളായിട്ട് പറയുന്നെങ്കിൽ അതിന് പൂർണ്ണ നാമങ്ങളുണ്ട്. സാ ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ധ ധൈവതം, നി നിഷാദം. അപ്പോൾ ഇതിനെ നമ്മൾ സാ, രി, ഗ, മ, പ, ധ, നി ഇങ്ങനെ പാടുന്നു. സപ്തസ്വരങ്ങൾ പാടുമ്പോൾ ആരോഹണക്രമം, അവരോഹണക്രമം എന്നിങ്ങനെ ക്രമത്തിലാണ് പാടുന്നത്. അപ്പം സാ, രി, ഗ, മ, പ, ധ, നി, സ. സാ വരെ നമ്മൾ പോകും. തിരിച്ച് അവരോഹണത്തിൽ ഇറങ്ങി വരുമ്പം സാ, നി, ധ, പ, മ, ഗ, രി, സ. ആരോഹണക്രമം, അവരോഹണക്രമം. അപ്പം നമുക്ക് ആരോഹണക്രമത്തിലൊന്ന് പറഞ്ഞു നോക്കാം. സാ, രി, ഗ, മ, പ, ധ, നി, സ. അവരോഹണം സാ, നി, ധ, പ, മ, ഗ, രി, സ. മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ് സപ്തസ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ നോട്ട്സും ഓരോ സ്വരങ്ങളും ഓരോ ഫ്രീക്വൻസിയിലാണ്, സ്വരസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഈ സപ്തസ്വരങ്ങൾ 7 സ്വരങ്ങളുടെയും സ്വരസ്ഥാനങ്ങൾ മായാമാളവഗൗള രാഗത്തിൽ നമ്മളത് പാടി പരിശീലിച്ച് ഉറപ്പിക്കണം. അപ്പോൾ പാടി ഉറപ്പിക്കുന്നതിനായി നമ്മൾ കുറേ എക്സസൈസുകളുണ്ട്. അതിന് പറയുന്ന പേരാണ് വരിശകൾ. എന്താണ് വരിശകൾ? സംഗീത പിതാമഹൻ എന്നറിയപ്പെടുന്ന ശ്രീ പുരന്ദരദാസർ ചിട്ടപ്പെടുത്തിയ വരിശകൾ ചിട്ടയായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഈ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കുന്നത്. അപ്പോൾ വരിശകൾ തന്നെ പല ടൈപ്പുണ്ട്. അതായത് സരളി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, താരസ്ഥായി വരിശകൾ, മന്ത്രസ്ഥായി വരിശകൾ, ജണ്ഡ വരിശകൾ, ധാട്ട് വരിശകൾ, അലങ്കാരങ്ങൾ, ഇങ്ങനെ അഭ്യാസ ഗാനങ്ങൾ എന്ന് പറയും. അതിനകത്ത് തന്നെ ഉണ്ട് അഭ്യാസം എന്ന് വെച്ചാൽ നമ്മൾ അഭ്യസിക്കുകയാണ്. പഠിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അഭ്യസിക്കുന്ന ഗാനങ്ങളാണ് അഭ്യാസ ഗാനങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വരിശകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വളരെ ചിട്ടയായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതാണ് വേണ്ടത്.
അപ്പോൾ അതിനകത്ത് തന്നെ സരളി വരിശകൾ നമ്മൾ ഓരോ പാറ്റേൺസിലാണ് ഈ സ്വരങ്ങൾ വിവിധ പാറ്റേൺസിൽ പാടി പാടി നമ്മൾ കറക്റ്റ് ചെയ്യും. പിന്നീട് മധ്യസ്ഥായി, അതായത് മധ്യത്തെ റേഞ്ച് നമ്മുടെ വോയിസ് കൃത്യമാക്കാനാണ് മധ്യസ്ഥായി. താരസ്ഥായി എന്ന് പറയുമ്പോൾ മുകളിലോട്ട് നമ്മുടെ റേഞ്ച് കൂട്ടാനാണ്. മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ താഴോട്ട്. അപ്പം നമ്മുടെ വോയിസിൻ്റെ എക്സസൈസസ് ആണ് എന്ത് ഈ വരിശകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കർണാട്ടിക് മ്യൂസിക് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതൊന്ന് ആരോഹണ അവരോഹണ ക്രമത്തിൽ സപ്തസ്വരങ്ങളൊന്ന് പാടി നോക്കാം. ഏത് രാഗത്തിലാണ് പാടുന്നത്? മായ മാളവ ഗൗള രാഗത്തിൽ സപ്തസ്വരങ്ങൾ നമ്മൾ പാടി നോക്കുകയാണ്. സാ സാ രീ രേ ഗ ഗ മാ മാ പ പ ധ ധ നീ നീ സാ. സാ. ഇപ്പം എന്താ തോന്നി നിങ്ങൾക്ക്? ഓരോ നോട്ട് കഴിയുമ്പോഴും ഉയർന്നുയർന്നുയർന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു പടി കയറുന്ന പോലെ. അപ്പം ഇത് ഏത് ക്രമമാണ് നമ്മൾ പാടിയത്? ആരോഹണ ക്രമത്തിലാണ്. ഇനി നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. നമ്മൾ മുകളിൽ നിൽക്കുകയാണ്, ആ സ്റ്റെപ്പിന് താഴെ അവരോഹണത്തിൽ ഇറങ്ങി വരണം. അപ്പം മേളത്തെ സാ എങ്ങനെയാ? നമ്മൾ നിന്ന് എവിടെയാണ്? സാ സാ നീ നീ ധ ധ പ പ മാ മാ ഗ ഗ രീ രേ സാ. സാ. ഓക്കെ. അപ്പം നമ്മൾ ആരോഹണ ക്രമത്തിൽ ചെന്നിട്ട് തിരിച്ച് അവരോഹണത്തിൽ വീണ്ടും താഴെ വന്നു. ചേർത്തൊന്ന് പാടി നോക്കാം. പാടി നോക്ക്. സാ രീ ഗ മാ പ ധ നീ സാ സാ നീ ധ പ മ ഗ രീ സാ. ഇനി നമ്മൾ സ്പീഡ് പതിയെ കൂട്ടും. അപ്പം അങ്ങനെ കൂട്ടുമ്പോൾ സ്പീഡിന് പറയുന്ന പേരാണ് കാലം. എന്താണ്? കാലം. അപ്പം 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, അങ്ങനെ ഓരോ കാലം വരുമ്പോൾ നമ്മൾ പാടുന്നതിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരും. അപ്പോൾ അടുത്ത കാലം എങ്ങനെ പാടും? സാ രീ ഗ മാ അങ്ങനെ പോകും. പാട്. സാ രീ ഗ മ പ ധ നീ സാ സാ നീ ധ പ മാ ഗ രീ സാ. അടുത്ത കാലം സ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ. വീണ്ടും സ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രീ സ. നമ്മൾ ഓരോ കാലത്തിൽ പാടി നോക്കി. ഇനി അടുത്തത് വരുന്നത് താളമാണ്. അപ്പോൾ ഏത് താളത്തിലാണ് നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ സപ്തസ്വരങ്ങൾ പാടുന്നത്? ആദ്യ താളം എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് അഭ്യസിക്കുന്ന താളമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യ താളം എന്നുള്ള പേര് വന്നു. അപ്പോൾ ആദ്യ താളം എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരടി, ചെറിയ വിരൽ, മോതിര വിരൽ, നടുവിരൽ, വീണ്ടും ഒരടി, തിരിച്ച് വീണ്ടും ഒരടി. ഇങ്ങനെ 8 അക്ഷരത്തിൽ ഓരോ ബീറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നോക്കാം. എന്നിട്ട് 1 2 3 4 5 6 7 8. ഇതാണ് ഏത് താളം? ആദ്യ താളം. സപ്തസ്വരങ്ങൾ പാടുമ്പോൾ ഓരോ കാലത്തിലാണ് നമ്മൾ പാടുന്നത്. അപ്പം പാടുന്നതിൻ്റെ സ്പീഡ് മാത്രം കൂടും. താളം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. താളത്തിന് ചേഞ്ച് ഇല്ല. താളം നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ തന്നെ തുടർന്നു പോകും. അപ്പം നമുക്ക് താളം ഇട്ടൊന്ന് പാടി നോക്കാം. ആദ്യ താളം ഇട്ട്. ഓക്കെ. സാ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രീ സ സ രി ഗ മ പ ധ നീ സ സാ
sa sa ri ga ma pa dha ni sa sa ni dha pa ma ga re sa sa ri ga ma pa dha ni sa sa ni dha pa ma ga re sa sa ri ga ma pa dha ni sa sa ni dha pa ma ga re sa. ഓക്കെ, നമ്മൾ ഓരോ കാലത്തിൽ പാടി താളവിട്ട് ആദ്യ താളവിട്ട് ഓരോ കാലത്തിൽ പാടി നോക്കി. അപ്പോൾ സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് പാടുന്നതെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ആരോഹണക്രമം എങ്ങനെയാണ്, അവരോഹണക്രമം എങ്ങനെയാണെന്ന് എല്ലാം നമ്മൾ പാടി പഠിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. അപ്പോൾ എല്ലാം നമുക്ക് ത്രൂ പ്രാക്ടീസിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ചിട്ടയായ പഠന രീതിയാണ് കർണാടക സംഗീതത്തിനുള്ളത്. അപ്പം ഇത് കൃത്യമായി നമ്മൾ ഓരോ സ്വരങ്ങളും അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ കൃത്യമായി പാടി ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഇപ്പോൾ സപ്തസ്വരങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സരളി വരിശകൾ, നമ്മൾ ആദ്യം പഠിക്കുന്ന വരിശകൾ ഓരോന്നോരോന്നായിട്ട് ഓരോ പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ സരിഗമ തന്നെ നമ്മൾ 3 പ്രാവശ്യം പാടി പധനിസ പാടും. സരിഗമ 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 പധനിസ, സനിധപ്പ 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 മകരിസ. പിന്നെ സരി സരി സരിഗമ സരിഗമ പധനിസ, സനി സനി സനിധപ്പ സനിധപ്പ മകരിസ. ഇങ്ങനെ വിവിധ തരം പാറ്റേൺസിൽ നമ്മളിതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ പാറ്റേൺസിലൂടെ പാടി പരിശീലിക്കുമ്പം ഈ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കും. അപ്പോൾ ഇനി വേണ്ടുന്നത് എന്താണ്? പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പ്രാവശ്യം സരിഗമ പാടി പധനിസ ഒന്ന് പാടി നോക്കാം. ഒരു പാറ്റേൺ എന്ന് പറഞ്ഞേ. സരിഗമ 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 പധനിസ, സാനിധപ്പ 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 മകരിസ. ഒന്ന് പാടി നോക്കേ. സാ രി ഗ മ സാ രി ഗ മ സാ രി ഗ മ പ ധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മ ഗ രി സ സ രി ഗ മ സ രി ഗ മ സ രി ഗ മ പ ധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മ ഗ രി സ സ രി ഗ മ സ രി ഗ മ സ രി ഗ മ പ ധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മ ഗ രി സ സ രി ഗ മ സ രി ഗ മ സ രി ഗ മ പ ധ നി സ സാ നി ധ പ സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. അപ്പോൾ നന്നായിട്ട് ഈ സപ്തസ്വരങ്ങളും അതിൻ്റെ പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ വരിശകളായിട്ട് പഠിച്ച് പോകും. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് ഓർത്തെടുക്കാമോ? സപ്തസ്വരങ്ങൾ എന്താണെന്നും അല്ലേ? കർണാടക സംഗീതത്തിലെ 7 സ്വരങ്ങളാണ്. അത് ഏതൊക്കെയാണ്? സാരി ഗാമ പാധനിയാണ്. അതിൻ്റെ പൂർണ്ണനാമങ്ങൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നാണ്. അത് ഏത് രാഗത്തിലാണ് പാടുന്നത്? മായാമാളവകമുള്ള രാഗത്തിലാണ് പാടുന്നതെന്ന് പഠിച്ചു. അതെങ്ങനെയാണ് പാടുന്നതെന്ന് നമ്മൾ പാടി നോക്കി. പിന്നെ കാലം എന്താണെന്ന് പറഞ്ഞു. പിന്നെ താളം എന്താണെന്ന് പഠിച്ചു. താളത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ആദിതാളം. അതെങ്ങനെയാണ് വിരലുകൾ എടുത്ത് കൗണ്ട് ചെയ്തിടുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മുടെ 5ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് മ്യൂസിക്കിൻ്റെത് നോക്കുമ്പോൾ അതിനകത്ത് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ചു നോക്കണം. വായിച്ചു നോക്കി നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ആർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള പാട്ടുപെട്ടിയിലെ ശ്രീ ONV കുറുപ്പ് രചിച്ച ഒരു ലളിതഗാനമാണ്. വരികൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ലയ അതിൻ്റെ പല്ലവിയുടെ വരികളൊന്ന് വായിക്കും. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി പാതിരാവിൻ വഴിത്താരയിൽ ഞാൻ നിന്നു, പാടുവാനാവാതെ നിന്നു. നമുക്ക് പതിയെ ഇതൊന്ന് പഠിച്ചു തുടങ്ങാം. നോക്കാം. സൂര്യനെ കാണുവാൻ
സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. പൂവിൻ്റെ ദുഃഖവും പേറി. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പഠിക്കും. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. പൂവിൻ്റെ 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 ദുഃഖവും പേറി. ആ 2 ലൈനൊന്ന് ഒന്നിച്ച് പാടി നോക്കാം. എൻ്റെ കൂടെ പഠിക്കും. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. അടുത്ത ലൈൻ പഠിക്കാം. പാതിരാവിൻ പാതിരാവിൻ വഴിത്താരയിൽ ഞാൻ നിന്നു. വഴിത്താരയിൽ ഞാൻ നിന്നു. പാടുവാനാവാതെ നിന്നു. പാടുവാനാവാതെ നിന്നു. പാടുവാനാവാതെ നിന്നു. പാടുവാനാവാതെ നിന്നു. ആദ്യം മുതലൊന്ന് പാടി നോക്കാം. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. പാതിരാവിൻ വഴിത്താരയിൽ ഞാൻ നിന്നു. പാടുവാനാവാതെ നിന്നു. പാടുവാനാവാതെ നിന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊന്ന് പാടും. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. പാതിരാവിൻ വഴിത്താരയിൽ ഞാൻ നിന്നു. പാടുവാനാവാതെ നിന്നു. പാടുവാനാവാതെ നിന്നു. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിനി അനുപല്ലവി നോക്കാം. ശിവങ്കരി അതിൻ്റെ അനുപല്ലവിയുടെ വരികളൊന്ന് വായിക്കും. സൂര്യനെ പാടി ഉണർത്താൻ അരിയൊരു താരസ്വരം തേടി. താളം തുടിക്കുന്ന പൊൻതുടി തേടി ഞാൻ താഴ്വരയിൽ നിന്നു. പാടി നോക്കാം. സൂര്യനെ പാടി ഉണർത്താനരിയൊരു. സൂര്യനെ പാടി ഉണർത്താനരിയൊരു താരസ്വരം തേടി. താരസ്വരം തേടി. ഒന്നുകൂടെ പാടിത്തരാം. സൂര്യനെ പാടി ഉണർത്താനരിയൊരു. പഠിക്കും. സൂര്യനെ പാടി ഉണർത്താനരിയൊരു താരസ്വരം തേടി. താരസ്വരം തേടി. സൂര്യനെ പാടി ഉണർത്താനരിയൊരു താരസ്വരം തേടി. സൂര്യനെ പാടി
അതല്ല. താഴ്വരയിൽ താഴ്വരയിൽ നിന്നു. ആ താളം തുടിക്കുന്ന ഒന്നുകൂടെ പാടാം. താളം തുടിക്കുന്ന പൊൻതുടി തേടി ഞാൻ താഴ്വരയിൽ നിന്നു. താഴ്വരയിൽ നിന്നു. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. ഇനി നമുക്ക് ഈ ഗാനത്തിൻ്റെ ചരണം പഠിക്കാം. ചരണത്തിൻ്റെ വരികൾ ലയ ഒന്ന് വായിക്കാം. കാടുകളിൽ കാറ്റ് മൂളിയുണരുന്നു ഓടപ്പുൽ തണ്ടുകളിൽ, മാടി വിളിക്കുമോ ശിംശപാവൃക്ഷമേ ദൂരെ പ്രഭാതത്തെ നീ. കാടുകളിൽ കാറ്റുമൂളിയുണരുന്നു, കാടുകളിൽ കാറ്റുമൂളിയുണരുന്നു ഓടപ്പുൽ തണ്ടുകളിൽ, ഓടപ്പുൽ തണ്ടുകളിൽ. കാടുകളിൽ കാറ്റുമൂളിയുണരുന്നു ഓടപ്പുൽ തണ്ടുകളിൽ. പഠിക്കാം. കാടുകളിൽ കാറ്റുമൂളിയുണരുന്നു ഓടപ്പുൽ തണ്ടുകളിൽ. മാടി വിളിക്കുമോ മാടി വിളിക്കുമോ ശിംശപാവൃക്ഷമേ ശിംശപാവൃക്ഷമേ ദൂരെ പ്രഭാതത്തെ നീ. ദൂരെ പ്രഭാതത്തെ നീ. ദൂരെ പ്രഭാതത്തെ നീ. ദൂരെ പ്രഭാതത്തെ നീ. മാടി വിളിക്കുമോ അതിൽ ഒന്നുകൂടെ പാടാം. മാടി വിളിക്കുമോ ശിംശപാവൃക്ഷമേ മാടി വിളിക്കുമോ ശിംശപാവൃക്ഷമേ ദൂരെ പ്രഭാതത്തെ നീ. ദൂരെ പ്രഭാതത്തെ നീ. ദൂരെ പ്രഭാതത്തെ നീ. ദൂരെ പ്രഭാതത്തെ നീ. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. പാതിരാവിൻ വഴിത്താരയിൽ ഞാൻ നിന്നു പാടുവാനാവാതെ നിന്നു. പാടുവാനാവാതെ നിന്നു. സൂര്യനെ കാണുവാൻ കണ്ണു തുറന്നൊരു പൂവിൻ്റെ ദുഃഖവും പേറി. ഈ ഗാനം നന്നായിട്ട് മനസ്സിലായോ?